ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ വായിച്ചൊരു പുസ്തകമായിരിക്കും ഡോക്ടർ ജോസഫ് മർഫിയുടെ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി. ഈ ഒരു പുസ്തകത്തിൽ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു അധ്യായമുണ്ട്, ദ ആസിഡ് ടെസ്റ്റ് ഫോർ ഫൊർഗീവ്നെസ്, അതായത് മാപ്പ് കൊടുക്കുന്നതിലെ രാസവിദ്യ. നമ്മളോട് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തിയോട് നമ്മൾ മാപ്പ് കൊടുക്കുമ്പോൾ നമ്മളെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ മാപ്പ് കൊടുത്തു, പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാനുള്ള വളരെ മനോഹരമായൊരു ടെസ്റ്റിനെ കുറിച്ചാണ് ജോസഫ് മർഫി നമ്മളോട് ഈ ഒരു അദ്ദേഹത്തിൽ പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് കാണാൻ പറ്റും. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫൊർഗീവ്നെസ് തെറാപ്പിയെക്കുറിച്ചാണ്. നമ്മളെ ഈ ദൈനംദിന ജീവിതത്തിൽ, നമ്മളെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മളെ സൗഹൃദ ബന്ധങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വേദനിപ്പിക്കലുകൾ നടന്നിട്ടുണ്ടാവും. നമ്മളെ പലരും വേദനിപ്പിച്ചിട്ടുണ്ടാവും, നമ്മൾ പലരെയും വേദനിപ്പിച്ചിട്ടും ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പലരും പറയാറുണ്ട്, അവനോടുള്ള ദേഷ്യം എനിക്ക് മാറുന്നില്ല, അല്ലെങ്കിൽ അവരോട് മാപ്പ് കൊടുക്കാൻ എൻ്റെ മനസ്സിൽ പറ്റുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മാപ്പ് കൊടുക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമ്മൾ ദേഷ്യം മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ, അത് ഏറ്റവും ബാധിക്കുക നമ്മളെ മനസ്സിനെ തന്നെയാണ്. നമ്മളാണ് മാനസികമായിട്ട് അവിടെ തകർക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മാപ്പ് കൊടുത്തുകൊണ്ട് നമ്മളെ മനസ്സിനെ രക്ഷിക്കുകയാണ് വേണ്ടിയത്. അപ്പോൾ ആ ഒരു ഫൊർഗീവ്നെസ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മനോഹരമായൊരു തെറാപ്പിയാണ് ഫൊർഗീവ്നെസ് തെറാപ്പി. ഇതിന് പ്രധാനമായിട്ടും 4 സ്റ്റേജുകളാണുള്ളത്. നമുക്ക് ഒരു ഫൊർഗീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടും 4 സ്റ്റേജുകളാണ് ഈ ഒരു ഫൊർഗീവ്നെസ് തെറാപ്പിക്ക് ഉള്ളത്. അതിലൊന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വിഷ്വലൈസ് ദ സിറ്റുവേഷൻ. നമ്മളേതെങ്കിലും ആളുകൾ അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തെ നമ്മൾ മനസ്സിൽ കാണുക, വിഷ്വലൈസ് ചെയ്യുക. ആ ഒരു സംഭവം നടന്നതിനെ നമ്മുടെ മനസ്സിൽ തിരിച്ച് കൊണ്ടുവരിക. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പൂർണ്ണമായിട്ട് ഓർക്കുക. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പതിയെ സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് പതിയെ ദീർഘശ്വാസം എടുക്കണം. ഒരു 3 തവണ ദീർഘശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ആ ഒരു മനസ്സിൽ കൊണ്ടുവരിക ആ ഒരു സംഭവം. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് തിങ്ക് ഫ്രം ദെയർ പെർസ്പെക്റ്റീവ്. അവരുടെ ഭാഗത്ത് നിന്നും നമ്മൾ ചിന്തിക്കുക. ആദ്യം നമ്മൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിൽ കൊണ്ടുവന്ന് വിഷ്വലൈസ് ചെയ്ത്, പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റേജ് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുക. എന്നെ അവർ വേദനിപ്പിച്ചു, എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്തു, പക്ഷേ അവരെ എന്തുകൊണ്ടായിരിക്കും ചെയ്തത്? അവരുടെ മനസ്സിൽ ആ ഒരു അവരുടെ സിറ്റുവേഷൻ എന്താണ്? ചിലപ്പോൾ എൻ്റെ നന്മ ഉദ്ദേശിച്ചിട്ടാണോ അവരത് ചെയ്തത്? അല്ലെങ്കിൽ അവർക്ക് വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവം, എൻ്റെ ഒരു ഇടപെടൽ വന്നപ്പോൾ എന്നോട് അദ്ദേഹം ദേഷ്യപ്പെട്ടതാണോ, അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ചതാണോ എന്ന് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുക. ഈ ചിന്തകൾ നമ്മളെ മനസ്സിൽ കൊണ്ടുവരുമ്പോഴും നമ്മൾ പതിയെ 3 തവണ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ദീർഘശ്വാസം ചെയ്യുക. ആ ഒരു ശ്വാസം പതിയെ പുറത്തേക്ക് വിടുകയും ചെയ്യാം. പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ലേൺ ഫ്രം ദ എക്സ്പീരിയൻസ്. നമ്മൾ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക. കാരണം അന്ന് ആ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും കൂടി ആ ഒരു വിഷയം വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അന്ന് ചെയ്ത എന്തെങ്കിലും അപാകതകൾ, അത് നമ്മൾ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, അതിൽ നിന്ന് പാഠം നമ്മൾ ഉൾക്കൊള്ളുക. ഇതാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ 3 തവണ പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക,
ശ്വാസം പതിയെ പുറത്തേക്ക് വിടുക. നമ്മൾ തനിയെ ഉള്ള സ്ഥലത്താണ് അതൊക്കെ ചെയ്യേണ്ടത്. 4ാമത്തെ സ്റ്റേജ് ഓവർകം ദ പാസ്റ്റ്. അതായത് നമ്മൾ ഭൂതകാലത്തെ മറികടക്കുക എന്ന് പറയുമ്പോൾ ആ സംഭവിച്ച സംഭവം കഴിഞ്ഞു, ഇനി അത് മനസ്സിൽ കൊണ്ടു നടക്കാനുള്ളതല്ല. ആ സംഭവം നടക്കുന്ന സമയത്ത് ഒരേപോലെ തന്നെ എൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ഉണ്ടാവും, അവരുടെ ഭാഗത്തു നിന്നും മിസ്റ്റേക്ക് ഉണ്ടാവാം. അപ്പോൾ അത് കഴിഞ്ഞതാണ്. അത് ജീവിതത്തിലുടനീളം നമ്മൾ കൊണ്ടു നടക്കാനുള്ള ഒരു മാറ്ററല്ല അത്. അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സംഭവത്തെ ഞാൻ മറികടക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഇനി അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയോടുകൂടി ഞാൻ ജീവിക്കുകയില്ല എന്ന് മനസ്സിലോർത്തുകൊണ്ട് അതിനെ പാസ്റ്റ് മറികടക്കുക. ഇതോടൊപ്പം നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കേണ്ട ഒരു അഫർമേഷനും കൂടിയുണ്ട്. അതായത് ആ ഒരു വ്യക്തിയോട് എനിക്ക് യാതൊരു ദേഷ്യവും ഇന്നു മുതലില്ല, ഒരു പിണക്കവുമില്ല. എല്ലാ പിണക്കവും ദേഷ്യവും ഇപ്പോൾ ഈ ഒരു നിമിഷം ഞാൻ കഴുകിക്കളയുന്നു. ഇനി അദ്ദേഹത്തിനെ കണ്ടാൽ എനിക്ക് മനോഹരമായി പുഞ്ചിരിക്കാൻ കഴിയും, അദ്ദേഹത്തിനെ കണ്ടാൽ എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി ഇനി സംസാരിക്കാൻ കഴിയും. കാരണം എൻ്റെ മനസ്സിലുള്ള എല്ലാ ദേഷ്യവും കഴുകിക്കളയുന്നു എന്നുള്ള ആ ഒരു അഫർമേഷൻ കൂടി നമ്മളെ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുക്കണം. ഇതാണ് 4ാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ 3 ദിവസം ഇടവിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഒരു ദിവസം ചെയ്യുക, പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെയ്യണം. ഈ ഒരു ദിവസം നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മാർക്ക് ഇടാനുണ്ട്. ആ ഒരു വ്യക്തിയോട് എനിക്ക് എത്രത്തോളം ദേഷ്യമുണ്ടായിരുന്നോ ഈ ഒരു തെറാപ്പി ഞാൻ ചെയ്തതിന് ശേഷം, ആദ്യത്തെ ദിവസത്തെ തെറാപ്പി ചെയ്തതിന് ശേഷം അത് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു 100ൽ ഒരു മാർക്ക് ഇടുക. ആദ്യത്തെ ദിവസം നമ്മൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ ഒരു 90 ഔട്ട് ഓഫ് 100 കൊടുക്കുക. കുറച്ച് ഒരു 10% കുറഞ്ഞിട്ടുള്ളൂ, 90% ഇപ്പോഴും അദ്ദേഹത്തോടുള്ളൊരു പിണക്കം അല്ലെങ്കിൽ ദേഷ്യം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെയ്യാം. അപ്പോൾ അതൊരു 75 ആയിട്ടുണ്ടാവും, ഒരു 25% മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ എന്ന് വരാം. അങ്ങനെ നമ്മൾ 3 ദിവസം ഇടവിട്ടുകൊണ്ട് 21 ഡേയ്സ് 21 ദിവസം നമ്മൾ ഈ ഒരു ഫോർഗിവ്നെസ് തെറാപ്പി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ലൈഫിൽ അദ്ദേഹത്തിനോടുള്ള പിണക്കം മാറി എന്നതിനേക്കാൾ ഉപരിയായിട്ട് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ആ ഒരു ഫ്രഷ്നെസ്, നമ്മൾ ആ ഒരു പ്യൂരിറ്റി, നമ്മുടെ മനസ്സിൻ്റെ ഒരു നന്മ നമ്മൾ തിരിച്ചറിയുകയും ആ ഒരു നന്മയിലൂടെ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കാൽ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പിയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു സൈക്ലിങ്ങിലാണ്, അപ്പോൾ സൈക്ലിങ്ങിൻ്റെ ഇടയിൽ പറഞ്ഞതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.